നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത് മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളും മുടിയുടെ സംരക്ഷണത്തെ കുറിച്ചുമാണ്. മുടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടും മുടി കൊഴിച്ചിൽ, താരൻ, അല്ലെങ്കിൽ മുടിയുടെ അറ്റം പിളരുക, അല്ലെങ്കിൽ നെറ്റി കയറുക, അല്ലെങ്കിൽ ഒരു കഷണ്ടി പോലെ വരിക. ഇതൊക്കെയാണ് എല്ലാവരെയും മുടിയുടെ ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും തലവേദന ഉളവാക്കുന്ന മുടി കൊഴിച്ചിൽ എന്നുള്ളതാണ്. മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു മുടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 to 7 ഇയേഴ്സ് വരെയാണ്. ആ മുടി വളർന്ന് പിന്നെ അതിന്റെ വളർച്ച ഒരു 6-7 വർഷം വരെ ഒരു മുടിയുടെ വളർച്ചയുണ്ട്. പിന്നീട് ആ മുടിയിലേക്കുള്ള ന്യൂട്രീഷൻസും ബ്ലഡ് സപ്ലൈയും കുറഞ്ഞ് ആ മുടി തിന്നാകുകയും അത് റൂട്ടിൽ നിന്ന് വിട്ടുപോവുകയും ആ റൂട്ടിൽ നിന്ന് പുതിയ മുടി കിളിർത്തു വരികയും ചെയ്യുന്നു. ഇതാണ് ഒരു മുടിയുടെ വളർച്ച എന്ന് പറയുന്നത്. ഒരു റൂട്ടിൽ നിന്ന് തന്നെ 3-4 മുടി വരെ നമുക്ക് വളർന്നു വരുന്നതാണ്. സോ ഈ ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ആവുന്ന സമയത്താണ് നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്. എന്തെല്ലാം കാരണങ്ങളാണ് ഈ ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ആവുന്നതെന്ന് നോക്കാം. ഒന്ന് മെയിനായിട്ടും എന്തെങ്കിലും ഒരു ജനറ്റിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, PCOD, തൈറോയിഡ് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് അനുഭവപ്പെടാം. ഇത് കൂടാതെ നമ്മൾ എന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്ഥിരമായിട്ട് ചേഞ്ച് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് ഉണ്ടാവാനുള്ള കാരണമാണ്. ഇത് കൂടാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തു, നമ്മുടെ ഭക്ഷണത്തിന്റെ ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന്റെ അല്ലെങ്കിൽ കാലാവസ്ഥ ചേഞ്ചസ് കൊണ്ടും നമുക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. ഇത് കൂടാതെ നമുക്ക് സഡൻ ബ്ലഡ് ലോസിന് കൂടി നമുക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. എന്തെങ്കിലും മേജർ സർജറീസ്, അല്ലെങ്കിൽ ആക്സിഡൻസ്, അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഒക്കെ നമുക്ക് ബ്ലഡ് ലോസ് അമിതമായിട്ട് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാവുന്നതാണ്. ഇത് കൂടാതെ അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവർക്ക്, ഉറക്കക്കുറവുള്ളവർക്ക് ഒക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് അനുഭവപ്പെടുന്നതാണ്. ഇതെല്ലാമാണ് മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ. ഒരു മുടി കൊഴിച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പ്രൊഡക്ട്സ് നമ്മൾ എക്സ്റ്റേണൽ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് മുടി കൊഴിച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതല്ല. നമ്മൾ മുടി കൊഴിയുന്നതിന്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ ഒരു കാരണം സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടത്തുള്ളൂ. മുടിയുടെ കെയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്ന് മെയിനായിട്ട് മുടി ചീകുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. 2 times എങ്കിലും നമ്മൾ മുടി ചീവേണ്ടതാണ്. കെട്ടുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് പല അകലമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും മുടി ചീവാനായിട്ട്. പിന്നെ മുടിയിൽ എണ്ണ തേക്കുന്നതിനെ കുറിച്ച് വരുമ്പോൾ നമുക്ക് ദിവസേന വേണമെങ്കിൽ എണ്ണ തേക്കാം, ഇല്ലെങ്കിൽ ഒരു ദിവസം കൂടുമ്പോൾ മാത്രം, ഒരു ദിവസം ഇടവിട്ട് വേണമെങ്കിൽ നമുക്ക് മുടിയിൽ എണ്ണ തേക്കാവുന്നതാണ്. എണ്ണ തേക്കുമ്പോൾ എപ്പോഴും മൈൽഡായിട്ട് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് വേണം തലയൂട്ടിൽ നമ്മൾ നന്നായിട്ട് ഒരു മൈൽഡ് മസാജ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എണ്ണ പുരട്ടുവാൻ വേണ്ടിയിട്ട്. നമുക്ക് സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കാച്ചി എണ്ണ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ആവണക്കെണ്ണ യൂസ് ചെയ്യാം. നമ്മൾ ഏതെണ്ണയാണ് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത എണ്ണ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ എണ്ണ നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടതാണ്. ഒരിക്കലും നമ്മൾ ഷാമ്പു ഡയറക്റ്റ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. നമ്മൾ വെള്ളത്തിൽ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഷാമ്പു യൂസ് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും പ്രോട്ടീൻ പാക്കോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെയർ ഗ്രോത്തിനും അല്ലെങ്കിൽ ഹെൽത്തി ഹെയറിനും നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതാണ് നമ്മൾ എക്സ്റ്റേണലി നോക്കേണ്ട ഒരു കെയർ എന്ന് പറയുന്നത്. ഇന്റേണലി നമ്മൾ നോക്കുമ്പോൾ ഹെയർ സ്ട്രെങ്ത് ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ ബയോട്ടിൻ അടങ്ങിയ ഫുഡുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. പയറുവർഗ്ഗങ്ങൾ കഴിക്കാം, മുട്ട കഴിക്കാം, നമുക്ക് ഇറച്ചി, മീൻ, അതിലൊക്കെ പ്രോട്ടീൻസ് നമുക്ക് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുവാണെങ്കിൽ മുടി നല്ല സ്ട്രെങ്ത് ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഫ്രൂട്ട്സിനും നട്ട്സിനും ബയോട്ടിൻ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബദാമിലാണെങ്കിലും ഫ്ലാക്സ് സീഡ്സിലാണെങ്കിലും അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സിലൊക്കെ ധാരാളം ബയോട്ടിൻസ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ കരളിലൊക്കെ നമുക്ക് ബയോട്ടിൻ ലഭ്യമാണ്, കൂണുകളിൽ ലഭ്യമാണ്, പയറുവർഗ്ഗങ്ങൾ, ബീൻസിലൊക്കെ നമുക്ക് ബയോട്ടിൻ ധാരാളമായിട്ട് ലഭിക്കുന്നതാണ്. സോ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ഇന്റേണലി നമുക്ക് ഒരു ഹെയറിന് നമുക്കൊരു ന്യൂട്രീഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്.
ഇതുകൂടാതെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ഭക്ഷണ ക്രമീകരണത്തിൽ എക്സ്റ്റേണൽ കെയറും ഇന്റേണൽ കെയറുമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇതുകൂടാതെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ഹെയറിൽ ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ മുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യാണ്ടിരിക്കുക. ഹെയർ ഡ്രയർ അമിതമായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ പ്രോപ്പറായിട്ട് ഉറങ്ങുക, അമിതമായിട്ട് സ്ട്രെസ് എടുക്കുന്നതാണ് അത് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലും മുടിയുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.